ട്രിനിറ്റി ഇൻ്റർനാഷണലിൻ്റെ 5 നേഷൻസ് ടൂറിൻ്റെ 6ാമത്തെ ദിവസമാണ്. ഇന്നത്തോടെ ഞങ്ങൾ മനിലയോട് വിട പറയുകയാണ്. രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ഹോട്ടലിൽ നിന്നും ചെക്കൗട്ട് ചെയ്തു. വൈകിട്ടാണ് ഞങ്ങളുടെ ഫ്ലൈറ്റ് ഉള്ളത്. അപ്പോൾ അതിനു മുമ്പ് 1-2 സ്ഥലങ്ങൾ കൂടെ സന്ദർശിക്കാനാണ് പ്ലാൻ. ഇപ്പോൾ ഞങ്ങൾ എത്തിയിരിക്കുന്നത് മനിലയിലെ ഒരു മ്യൂസിയത്തിലാണ്, നാഷണൽ മ്യൂസിയം ഓഫ് ആന്ത്രപ്പോളജി. ഇവിടെ ഈ മ്യൂസിയം കോംപ്ലക്സിൽ 3 മ്യൂസിയംസാണ് ഉള്ളത്. അതിൽ ഒരെണ്ണമാണ് നാഷണൽ മ്യൂസിയം ഓഫ് ആന്ത്രപ്പോളജി. ഇപ്പോൾ ഇത് ഒരെണ്ണം കാണാനുള്ള സമയമേ നമുക്ക് കിട്ടത്തുള്ളൂ. ഇതൊരു 4 നില കെട്ടിടമാണ്. 4 നിലകളിലായിട്ടാണ് ഈ മ്യൂസിയം ഒരുക്കിയിരിക്കുന്നത്. അത് ഫിലിപ്പീൻസിലെ വിവിധ ഗോത്രവർഗക്കാരുടെ സംസ്കാരം, പാരമ്പര്യം, ചരിത്രം എന്നിവയെക്കുറിച്ച് ആഴത്തിൽ മനസ്സിലാക്കാൻ ഈ മ്യൂസിയം നമ്മളെ സഹായിക്കും. ഇത് പ്രധാനപ്പെട്ട ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാണ്. ഇവിടെ പ്രത്യേകിച്ച് ഫീസൊന്നും കൊടുക്കണ്ട. ഇവിടെ കയറുന്നതിന് നമുക്ക് ഫ്രീ ആയിട്ട് ഇവിടെ കയറി എല്ലാം കാണാനും മനസ്സിലാക്കാനും ഒക്കെ കഴിയുന്നതാണ്. ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഫിലിപ്പീൻസിലെ വിവിധ ജനവിഭാഗങ്ങൾ ഉപയോഗിച്ചിരുന്ന വസ്ത്രങ്ങൾ, ആയുധങ്ങൾ, സംഗീത ഉപകരണങ്ങൾ, പിന്നെ വീട്ടുപകരണങ്ങൾ, ഇതിൻ്റെയൊക്കെ ഒരു വലിയ ശേഖരം തന്നെ ഇവിടെ ഉണ്ട്. ഇത് പലതും റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്. ഇതെല്ലാം പുരാവസ്തുക്കളാണ്. ഇത് കണ്ടിട്ട് പുരാവസ്തുവായിട്ട് തോന്നുന്നില്ല. എല്ലാം നല്ല തേച്ച് മിനുക്കി വെച്ചിട്ടുണ്ട്. ഇതെല്ലാം കണ്ട പുരാവസ്തുവായിട്ട് നമുക്ക് തോന്നാൻ പറ്റത്തില്ല. കാരണം അന്ന് പഴയ കാലത്തുള്ള സാധനങ്ങൾ റിക്രിയേറ്റ് ചെയ്തതാണോ എന്നും അറിയത്തില്ല. ചിലപ്പം പഴയ സാധനങ്ങൾ തന്നെ ആയിരിക്കും, ഖനനം ചെയ്തെടുത്തതായിരിക്കും ഇതെല്ലാം. ഇതൊക്കെ പ്ലേറ്റുകളാണ്. ഇതൊക്കെ പഴയ ഉപയോഗിച്ചിരുന്ന വലിയ 4-5 നൂറ്റാണ്ടുകൾ പഴക്കമൊന്നും കാണത്തില്ല. ഒരു 10-100 വർഷം പഴക്കം കാണുമായിരിക്കും. ഇവിടെ പ്രധാനപ്പെട്ട പിന്നെയും കാര്യങ്ങളുണ്ട്. 1600-ആം ആണ്ടിൽ തകർന്ന സാൻ ഡീഗോ എന്ന സ്പാനിഷ് കപ്പലിൽ നിന്നും കണ്ടെടുത്ത സ്വർണ്ണാഭരണങ്ങളും ചൈനീസ് പോഴ്സലൈൻ പാത്രങ്ങളും പീരങ്കികൾ എന്നിവ ഇവിടുത്തെ പ്രധാന ആകർഷണമാണ്. അതെല്ലാം ഇവിടുത്തെ സൂക്ഷിച്ചിട്ടുണ്ട്. ഫിലിപ്പീൻസിൻ്റെ പുരാതന ലിപിയായ ബൈബൈൻ സംബന്ധിച്ച രേഖകളും പ്രദർശനങ്ങളും ഇവിടെ നമുക്ക് കാണാനായിട്ട് കഴിയും. ഫിലിപ്പീൻസിലെ ജനങ്ങളുടെ പരിണാമവും അവരുടെ ജീവിത രീതികളും വിവരിക്കുന്ന ഗാലറികളും ഇവിടെ ഉണ്ട്. ഇത് പൂർണ്ണമായും നന്നായിട്ട് മനസ്സിലാക്കി ഓരോന്നും വായിച്ച് നോക്കി കണ്ട് തീരണമെങ്കിൽ എനിക്ക് തോന്നുന്നത് ഒരു 4-5 മണിക്കൂറുകൾ വേണം. ഞങ്ങൾക്ക് സമയത്തിൻ്റെ പരിമിതി കൊണ്ട് ഒരു ഓട്ടപ്രദക്ഷിണമാണ്. പിന്നെ ഇതിനോടൊക്കെ താല്പര്യമുള്ളവരും ഹിസ്റ്റോറിയൻസിനും ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത് കാണുന്നത് വർത്താണ്. നമുക്കിതൊക്കെ കുറച്ച് പാത്രങ്ങളും കുപ്പികളുമായിട്ടൊക്കെ തോന്നൂ. ഇതൊക്കെ വസ്ത്രങ്ങളാണ് ഇവിടെ സൂക്ഷിച്ചിരിക്കുന്നത്. കാർപ്പറ്റൊക്കെയാണ്.
ഇവിടെ മൺപാത്രങ്ങളുടെ വലിയൊരു ശേഖരം തന്നെ ഉണ്ട്. പോട്ടറി സെക്ഷൻ. അപ്പോൾ ഒരു മ്യൂസിയം തന്നെ കണ്ടപ്പം തന്നെ സമയം കുറേ എടുത്തു ഞങ്ങൾക്ക്. അപ്പം ബാക്കി രണ്ടും കൂടെ കാണുകയെന്നുണ്ടെങ്കിൽ ഇന്നത്തെ ഫുൾ ഡേ ഇവിടെ തന്നെ ചിലവഴിക്കേണ്ടി വരും. പിന്നെ ഇതിനൊക്കെയുള്ള സാധനങ്ങൾ തന്നെ ആയിരിക്കും അവിടെ ഇവിടെയൊക്കെ വെച്ചിരിക്കുന്നത്. ഇതെല്ലായിടത്ത് പോയാലും ഇങ്ങനെയുള്ള സാധനങ്ങൾ കാണും, ഏത് രാജ്യത്ത് പോയാലും. പക്ഷേ ഇതൊരു 4 നില ആയിട്ട് വലിയൊരു മ്യൂസിയമാണിത്. നമ്മൾ ഇത്രയും വലിയ മ്യൂസിയമൊക്കെ റെയറായിട്ടാണ് കാണുന്നത്. ഹൈദരാബാദിൽ ഇതിനൊക്കെയൊരു മ്യൂസിയം ഉണ്ട്, അതിൻ്റെ പേര് ഞാനങ്ങ് മറന്നുപോയി. അതും കണ്ടു തരണമെങ്കിൽ കുറേ സമയമെടുക്കും. അവിടെ ഈ ഒരു ക്ലോക്കിൻ്റെ ഒരു കറക്കമൊക്കെ ഉണ്ട്, ഓരോ മണിക്കൂർ ഇടവിട്ട് ക്ലോക്ക് അടിക്കുന്നതും പട്ടാളക്കാർ മാർച്ച് ചെയ്യുന്നതൊക്കെ ആയിട്ടുള്ള. ഇതൊക്കെ കൂടുകളും കൊട്ടകളും ഒക്കെയാണ്. ചെറുതും വലുതുമായ കുറേ കൂടുകളൊക്കെ ഉണ്ട് ഇവിടെ. ഒരു വലിയൊരു വാളിരിക്കുന്നു. ഇത് ബാഗുകളൊക്കെയാണ്, ലേഡീസ് ഹാൻഡ് ബാഗൊക്കെ കാണുന്നുണ്ട്, നൂറ്റാണ്ടുകൾ പഴക്കമുള്ള. ഇത് തുണി നെയ്യുന്നതാണ്, ഇവിടുത്തെ തുണി നെയ്യുന്നത്. ഇദ്ദേഹം നമ്മളെ കൂടെ വന്ന്, ഇദ്ദേഹം ടെക്സ്റ്റൈൽ രംഗത്ത് ഒരു അധികായകനാണ്. ഇദ്ദേഹം സോമദാസ് എന്നാണ് പേര്. അദ്ദേഹം ഇതിനെക്കുറിച്ചൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് തരികയാണ്. അദ്ദേഹത്തിന് ഇത് ഓരോന്നും അദ്ദേഹത്തിന് അറിയാം. കാരണം അദ്ദേഹം 45 വർഷത്തോളം ഈ ഫീൽഡിൽ വർക്ക് ചെയ്ത ആളാണ്. ഓരോ തുണിയുടെ എല്ലാം പുള്ളി പറഞ്ഞു തന്നായിരുന്നു. ഇവിടുത്തെ ഡ്രസ്സാണ്, നാടോടി വസ്ത്രമാണ്, ട്രൈബൽ ഡ്രസ്സായിരിക്കും. നൂലുകളൊക്കെയാണ് സൂക്ഷിച്ചു വച്ചിരിക്കുന്നത്. അന്നത്തെ കാലത്ത് നൂലാണോ ഇപ്പോഴത്തെ നൂലാണോ എന്നറിയത്തില്ല. വീണ്ടും കൊട്ടയും വട്ടിയൊക്കെ വന്നിട്ടുണ്ട്.
കുറേ പ്രതിമയുള്ള സ്റ്റാച്യൂസൊക്കെ ഉണ്ട് ഇവിടെ. വീണ്ടും തുണിത്തരങ്ങൾ. അടുക്കള ഉപകരണങ്ങളാണെന്ന് തോന്നുന്നു. അടുക്കളയിൽ ഉപയോഗിക്കുന്ന സാധനങ്ങളാണ് അതെല്ലാം. ഫിലിപ്പീൻസ് മനില എന്നൊക്കെ പറയുന്ന ദ്വീപുകളാണ്. മനില എന്ന് പറഞ്ഞാൽ ഫിലിപ്പീൻസിലൊരു ദ്വീപ് തന്നെയാണ്. അപ്പോൾ ഈ ദ്വീപിൽ വന്നിട്ട് നമുക്കൊരു ബീച്ച് കാണാൻ പറ്റിയില്ലെന്നൊരു പരാതി നമ്മൾ ഗൈഡിനോട് പറഞ്ഞു. അപ്പം പുള്ളി നമ്മളൊരു ബീച്ച് കാണിക്കാൻ കൊണ്ടുവന്നതാണ്. ഈ ബീച്ചിന് ഡോളമൈറ്റ് ബീച്ച് എന്നാണ് പറയുന്നത്. കാരണം ഇതൊരു ആർട്ടിഫിഷ്യൽ ബീച്ചാണ്, ഡോളമൈറ്റ് ബീച്ച് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ കടൽ തീരത്തെ മണ്ണ് ആക്ച്വൽ കടൽ മണ്ണല്ല, ഈ വെളുത്ത മണ്ണ് പാകിയിട്ടുണ്ട് ഇവിടെ. അത് സെബു പ്രവിശ്യയിൽ നിന്നും എത്തിച്ച ഡോളമൈറ്റ് കല്ലുകൾ പൊടിച്ച് അത് വിരിച്ചിട്ടാണ് ഈ വെള്ളമണൽ ഉണ്ടാക്കിയിരിക്കുന്നത്. അതാണ് അതിന് ആർട്ടിഫിഷ്യൽ ബീച്ചെന്ന് പറയാൻ കാരണം. ഇവിടെ ഒരു ബോട്ട്, ഞങ്ങൾ വന്ന സമയത്ത് നമുക്കൊരു ഭാഗ്യമുണ്ടായി. ഞങ്ങൾക്കൊരു ബോട്ട് റേസ് കാണാനായിട്ട് പറ്റി. നമ്മളെ കേരളത്തിൽ നിന്നും ആരെങ്കിലും വന്നിട്ടായിരിക്കും ഇതൊക്കെ ഇവരെ പഠിപ്പിച്ചതെന്ന് എനിക്ക് തോന്നുന്നു. നമ്മൾ കുട്ടനാട് നടക്കുന്ന ബോട്ട് റേസ് പോലൊരു ബോട്ട് റേസ് തന്നെയാണ് ഈ കാണുന്നത്. ചിലപ്പോൾ ഇവരവിടെ വന്നപ്പം അത് നമ്മളെ ബോട്ട് റേസൊക്കെ കണ്ടതിന് ശേഷം ഇവിടെ വന്ന് ആ രീതിയിൽ ഒന്ന് പരീക്ഷിക്കുന്നതായിരിക്കാം. അപ്പോൾ ഇത് കടലിലാണ് ഈ ബോട്ട് റേസ് നടക്കുന്നത്. ഇവിടെ എന്തെങ്കിലും അവിടുത്തെ വിശേഷ ഓണം പോലുള്ളൊരു വിശേഷ ദിവസമായിരിക്കും ചിലപ്പോൾ. ഇത് പിന്നെ വളരെ കുറച്ച് ആൾക്കാരെ തുഴയാനുള്ളൂ. നമ്മളെ വള്ളംകളിയിൽ നിന്ന് ഇഷ്ടം പോലെ ആൾക്കാർ കാണത്തില്ലേ ഒരു വള്ളത്തിൽ തന്നെ. അത്രയും വലിപ്പമുള്ള വള്ളമൊന്നുമല്ല, ഇത് ചെറുതാണ്. വള്ളംകളി കാണാനുള്ള ഭാഗ്യം നമുക്ക് കിട്ടി. ഇപ്പോൾ ഞങ്ങൾ ലഞ്ച് ടൈമായി ഞങ്ങൾ ഹോട്ടലിൽ വന്നിരിക്കുകയാണ്. ഹോട്ടലെന്ന് പറയുന്ന ഒരു 4 നില ഒരു ഷോപ്പിംഗ് മാളിൻ്റെ ഏറ്റവും മുകളിലാണ് ഈ ഹോട്ടലുള്ളത്. അപ്പോൾ ഉച്ചഭക്ഷണം കഴിച്ചിട്ട് ഞങ്ങൾ നേരെ എയർപോർട്ടിലേക്കാണ് പോകാൻ പോകുന്നത്. അപ്പം ഉച്ചഭക്ഷണം കഴിച്ച് ഞങ്ങൾ എയർപോർട്ടിൽ എത്തിയിരിക്കുകയാണ്. ചെക്ക് ഇൻ ചെയ്യണം ലഗേജൊക്കെ. അത് കഴിഞ്ഞിട്ട് ഇമിഗ്രേഷനുണ്ട്, സെക്യൂരിറ്റി ചെക്കുണ്ട്. ഇതെല്ലാം കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾക്ക് എയർപോർട്ടിനകത്ത് കയറാനായിട്ട്. അപ്പോൾ എല്ലാം കഴിഞ്ഞു. സെക്യൂരിറ്റി, ഇമിഗ്രേഷൻ എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ എയർപോർട്ടിനുള്ളിൽ പ്രവേശിച്ചിരിക്കുകയാണ്. ഇത് മനില ഇൻ്റർനാഷണൽ എയർപോർട്ടാണ്. ഇവിടെ നിന്ന് ഞങ്ങൾ നേരെ പോകുന്നത് മക്കാവു ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്കാണ്. സെബു എയർലൈൻസിലാണ് ഞങ്ങളുടെ യാത്ര. സെബു അല്ല, എയർ ഏഷ്യക്കകത്താണ് യാത്ര. സെബു ഞങ്ങൾ നേരത്തെ സിംഗപ്പൂരിൽ നിന്ന് മനിലേക്ക് വന്നത് സെബു എയർലൈൻസിലാണ്. ഞങ്ങൾ വിമാനമൊക്കെ ഇറങ്ങി ഞങ്ങൾ ബസ്സിലാണ് ഇമിഗ്രേഷനിലോട്ട് പോകുന്നത്. ഇവിടെ ഇമിഗ്രേഷനൊക്കെ ഉണ്ട്. ആ ഇമിഗ്രേഷൻ കഴിഞ്ഞു. ലഗേജൊക്കെ ഞങ്ങൾ കളക്ട് ചെയ്യാനായിട്ട് നിൽക്കുകയാണ്. ഞങ്ങൾ ഗൈഡ് വെളിയിൽ നിൽപ്പുണ്ട്. അപ്പോൾ ഞങ്ങൾ എയർപോർട്ടിന് പുറത്തിറങ്ങി ഞങ്ങൾ ബസ്സിലേക്ക് നടക്കുകയാണ്. നടന്ന് പോകണം, വേറെ മാർഗ്ഗമൊന്നുമില്ല. കുറച്ച് ദൂരം നടക്കാനുണ്ട്. നടന്ന് ഞങ്ങൾ ബസ്സിൻ്റെ അടുത്തോട്ട് പോവുകയാണ്. ഞങ്ങൾ 8 മണിയായി ഇപ്പം മക്കാവു എത്തിയപ്പോൾ. കുറച്ച് നേരം ഡിലേ ഉണ്ടായി ഇമിഗ്രേഷനകത്ത്. അപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ 2 പ്രോഗ്രാമുണ്ട്. ഒന്ന് വിൻ പാലസ്. ഇതാണ് വിൻ പാലസ്, വലിയൊരു ഹോട്ടലാണ്. ഈ ഹോട്ടലിൽ മുമ്പിലൊരു തടാകം അവർ കൃത്രിമമായിട്ട് നിർമ്മിച്ചിട്ടുണ്ട്. അതിലൊരു വാട്ടർ ഷോ ഉണ്ട്. കാണുന്ന വാട്ടർ ഷോ തുടങ്ങിയിട്ടില്ല. അത് കാണാനായിട്ടാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ മേളിൽ കൂടെ കേബിൾ കാറൊക്കെ പോകുന്നുണ്ട്. ആ കേബിൾ കാറൊക്കെ ഫ്രീ ആയിട്ട് നമുക്ക് കയറി പോകാനായിട്ട് പറ്റും. ആ കേബിൾ കാറിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഈ വാട്ടർ ഷോ നന്നായിട്ട് ആസ്വദിക്കാനും പറ്റും. ഈ വാട്ടർ ഷോയിൽ ക്ലാസിക്കൽ സംഗീതം മുതൽ ആധുനിക പോപ്പ് ഗാനങ്ങൾ വരെ ഉപയോഗിക്കുന്നുണ്ട്. രാത്രിയിൽ വർണ്ണാഭമായ ലൈറ്റുകൾക്കൊപ്പം ചിലപ്പോൾ തീജ്വാലകളും ഇതിൽ ഉൾപ്പെടാറുണ്ട്. പടക്കമൊക്കെ പെട്ടെന്നൊക്കെ പൊട്ടാറുണ്ട്. അപ്പം തുടങ്ങിക്കഴിഞ്ഞു വാട്ടർ ഷോ. റോഡ് സൈഡിൽ നിന്നാണ് ഞങ്ങളിത് കാണുന്നത്.
അടുത്ത് ഞങ്ങൾ വന്നിരിക്കുന്നത് ഗാലക്സി ഹോട്ടലിലാണ്. ഈ ഗാലക്സി ഹോട്ടലിൽ ഒരു പ്രധാന ഷോ നടക്കുന്നുണ്ട്. എല്ലാ ദിവസവും രാത്രി 10 മണിക്കാണ് എൻ്റെ അവസാനത്തെ ഷോ. ഡയമണ്ട് ഷോ എന്നാണ് ഇതിനറിയപ്പെടുന്നത്. ഈ ഷോ നമുക്ക് ഫ്രീ ആയിട്ട് കാണാനായിട്ട് പറ്റും. ഈ ഷോ നടക്കുന്ന സ്ഥലത്തേക്ക് നമുക്ക് ഫ്രീ ആയിട്ട് എൻട്രി ഉണ്ട്. ഈ ഹോട്ടൽ ഒരു 7 സ്റ്റാർ ഹോട്ടലാണ്. ഗാലക്സി ഹോട്ടൽ എന്നാണ് ഇതറിയപ്പെടുന്നത്. ഈ ഒരു മ്യൂസിക് പ്ലേ ചെയ്യുമ്പോൾ ഇത് ഒരു സംഗീതം, മ്യൂസിക്, ലൈറ്റ്, ഇതിനിടയിൽ കൂടി ഒരു ഡയമണ്ട് ഇങ്ങനെ ഉയർന്നു വരുന്നതായിട്ട് നമുക്ക് കാണാം. അതാണ് ഡയമണ്ട് ഷോ എന്ന് പറയുന്നത്. കുറച്ച് നേരമേ ഉള്ളൂ. വലിയൊരു ഡയമണ്ട്, കുറ്റൻ സ്ഫടിക വജ്രം ജലധാരയിൽ നിന്ന് ഇങ്ങനെ മേളിലോട്ട് ഉയർന്നു വരുന്ന കാഴ്ച അതിമനോഹരമാണ്. ആ കാഴ്ച കാണാനായിട്ടാണ് എല്ലാവരും ഇവിടെ കൂടിയിരിക്കുന്നത്. ലാസ്റ്റ് ഷോ 10 മണിക്ക്. ഞങ്ങൾക്ക് കറക്റ്റ് 10 മണിക്ക് ഒരു 2 മിനിറ്റ് മുമ്പ് നമ്മളിവിടെ എത്തിച്ചേർന്നു. അതുകൊണ്ട് ഈ ഷോ മിസ്സായില്ല. ഇന്നത് മിസ്സായിരുന്നെങ്കിൽ നാളെ നമുക്കത് കാണാനും പറ്റത്തില്ലായിരുന്നു. നാളെ ഈ പ്രോഗ്രാമിൽ ഇതില്ല. അത് ഞങ്ങളുടെ ഭാഗ്യം തന്നെയാണ് ഇത് കാണാൻ കഴിഞ്ഞത്. അതാണ്ട് ഡയമണ്ട് ഇതാണ്ട് വരുന്നു. കൂറ്റൻ ഡയമണ്ട്, ഇത്രയും വലിയൊരു ഡയമണ്ടാണ്. ആ ഡയമണ്ട് പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ്. കുറച്ച് മേളിലോട്ടത് പൊങ്ങുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ താഴോട്ടത് പോവുകയും ചെയ്യും. അതോടെ ഷോ അവസാനിക്കും. ഡയമണ്ട് ഷോ കണ്ടിട്ട് ഞങ്ങളിപ്പം ഊണ് കഴിക്കാനായിട്ട് വന്നിരിക്കുകയാണ്. ഊണൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഹോട്ടലിലോട്ട് എത്തിയിരിക്കുകയാണ്. ഇതാണ് ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടൽ. റെസിഡൻസി ഹോട്ടൽ എന്നാണ് അറിയപ്പെടുന്നത്. ഇതൊരു 4 സ്റ്റാർ പ്രോപ്പർട്ടിയാണ്. അപ്പം ഒരു 11 മണിയായി കാണും ഇപ്പോൾ. അപ്പോൾ ചെക്കിനൊക്കെ കഴിഞ്ഞിട്ട് അതിനിപ്പം എല്ലാം റൂമൊക്കെ അലോട്ട് ചെയ്ത് തരണം. ഒരു അരമണിക്കൂർ കൂടെ എടുക്കും എന്തായാലും. ഇവിടെ എല്ലാം നന്നായിട്ട് അലങ്കരിച്ച് വെച്ചിട്ടുണ്ട്. കഴിഞ്ഞ ഇത് ചൈനീസ് ന്യൂ ഇയറിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഈ അലങ്കാരം ഉള്ളത്. ഇന്ന് ചൈനീസ് ന്യൂ ഇയർ ആണ് ഞങ്ങൾ വന്ന ദിവസം.